إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. തഖ്വയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളും അപാകതകളും റഹ്മാനായ റബ്ബ് പുറത്തുമാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, നിങ്ങളൊരു ധനികനാണ് എങ്കിൽ മക്കയിലെ വർത്തകനും ബഹ്റൈനിലെ സമ്പത്തിൻ്റെ യജമാനനും ആയിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഇനി നിങ്ങളൊരു ദരിദ്രനാണ് എങ്കിൽ ഷഅബ് അബി ത്വാലിബിലെ തടവ് പുള്ളിയിലും മദീന അഭയാർത്ഥിയിലും നമുക്ക് മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ട്. നമ്മളൊരു അധ്യാപകനാണ് എങ്കിൽ സഫാക്കുന്നിലേക്ക് തൻ്റെ പ്രിയങ്കരരായ കുടുംബക്കാരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർക്ക് കൃത്യമായി തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ അധ്യാപകനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് ഉജ്ജ്വലമായ മാതൃകയുണ്ട്. ഇനി നമ്മളെല്ലാവരും ശിഷ്യന്മാരാണ് എങ്കിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമക്ക് മുമ്പിൽ ഉപവിഷ്ടനായ ആ ശിഷ്യനിൽ നിന്ന് ഒരു ശിഷ്യന് വേണ്ട പാഠങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുക. നമ്മളൊരു ഭർത്താവാണ് എങ്കിൽ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ഭർത്താവായിരുന്ന ആ മഹാനിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുക. ഇനി നമ്മളൊരു മക്കളുടെ പിതാവോ പിതാമഹനോ ആണ് എങ്കിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പിതാവും ഹസൻ ഹുസൈനുമാരുടെ പിതാമഹനുമായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് മാതൃകയുണ്ട്. നമ്മളൊരു ജേതാവാണ് എങ്കിൽ ബദറിലെയും ഹുനൈനിലെയും ഒക്കെ ജേതാവിലേക്ക് നമ്മളൊന്ന് കണ്ണയക്കണം. ഇനി നമ്മളൊരു തോൽവി, എപ്പോഴെങ്കിലും നമുക്കൊരു പരാജയം പിണഞ്ഞുവെങ്കിൽ ഉഹുദിൽ കുഴപ്പം പിണഞ്ഞ ആ മഹാനിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ ആരുമാകട്ടെ എന്തുമാകട്ടെ
നമ്മൾ ഏതൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് എങ്കിലും, നമ്മൾ വഹിക്കുന്ന സ്ഥാനങ്ങൾ എന്ത് തന്നെയാണ് എങ്കിലും, ആ മേഖലകളിലെല്ലാം തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് മാതൃകയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിന്റെ 21-ാമത്തെ ആയത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. ആർക്കൊക്കെയാണ് ഉജ്ജ്വലമായ മാതൃക അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉള്ളത്? അള്ളാഹുവിനെയും അന്ത്യദിനത്തിനെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ്. വദക്കറല്ലാഹ കതീറ. ധാരാളമായി അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതായത് മുഅ്മിനീങ്ങളെ, നമുക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉജ്ജ്വലമായ മാതൃക ഉണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. സൂറത്തുൽ ഹശറിലെ 7-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. നിങ്ങളോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ, ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ, ഫഖുദൂഹു, നിങ്ങളത് പിൻപറ്റിക്കൊള്ളണം. വമാ നഹാകും അൻഹു ഫൻതഹു. എന്തിൽ നിന്നെല്ലാം അദ്ദേഹം നിങ്ങളെ തടഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിൽ ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കണം നമ്മുടെ അവസാനത്തെ വാക്ക്. നമ്മൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം പ്രവാചകൻ പറഞ്ഞു, അത് നമുക്ക് ഇഷ്ടമില്ലാത്ത അവസരത്തിലാണ് എങ്കിൽ പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത് എന്നതുകൊണ്ട് നമുക്കത് പ്രിയങ്കരമായി മാറാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. സ്വന്തം താല്പര്യങ്ങൾക്കെതിരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹുക്മ് വരുമ്പോൾ, ഒരു വാക്ക് വരുമ്പോൾ, അവിടെ നമ്മൾ നമ്മുടെ തീരുമാനങ്ങളെയും താല്പര്യങ്ങളെയും ആണോ, മറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെയാണോ മുൻഗണന നൽകുന്നത് എന്ന ചോദ്യം ഈ ഒരു അവസരത്തിൽ വളരെ പ്രസക്തമാണ്. വലത് കൈകൊണ്ട് ഭക്ഷിക്കാനും വെള്ളം കുടിക്കാനും പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, പലരും യുക്തിഭദ്രമായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ എന്തുകൊണ്ട് ഇടത് കൈകൊണ്ട് വെള്ളം കുടിച്ചുകൂടാ, അതിനെന്താ ഒരു പ്രശ്നം എന്താ എന്ന അർത്ഥത്തിലൊക്കെ യുക്തി മുൻനിർത്തിയാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വിഷയം ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു അവസരത്തിൽ സൂചിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും അതനുസരിക്കൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മേൽ നിർബന്ധമാണ് എന്നതിൽ തർക്കമില്ല. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഒരു കവിതയിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്, ലൗ കാന ഹുബ്ബുക സ്വാദിഖൻ ലഅത്വഅതഹു. നമ്മുടെയൊക്കെ സ്നേഹം ആത്മാർത്ഥമാണ് എങ്കിൽ നാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം, അനുസരിക്കണം. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നിശ്ചയമായും സ്നേഹിക്കുന്നയാൾ സ്നേഹിക്കപ്പെടുന്നയാളെ അനുസരിക്കുന്നവരായിരിക്കണം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക കൂടി വേണം എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 13-14 ആയത്തുകളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങൾ, രണ്ട് ഭാഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഒന്നാമത്തെ ആയത്ത് അഥവാ സൂറത്തുൻ നിസായിലെ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ യുത്ഇല്ലാഹ വറസൂലഹു. ആർ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുന്നുവോ, യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കും. ഖാലിദീന ഫീഹാ. ആ സ്വർഗത്തോപ്പുകളിൽ അവർ നിത്യവാസികളായിരിക്കും. വദാലിക്കൽ ഫൗസുൽ അദീം. മാത്രവുമല്ല അതത്രേ ഏറ്റവും മഹത്തരമായ വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. അഥവാ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയാണ് ഈ ഒരു ആയത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തരുന്നത്. തൊട്ടടുത്ത ആയത്തിൽ ശക്തമായ ഒരു താക്കീത് ഈ വിഷയത്തിൽ അള്ളാഹു നൽകുന്നുണ്ട്. സൂറത്തുൻ നിസാ 14-ാമത്തെ ആയത്ത് അള്ളാഹു പറയുകയാണ്, വമൻ യഅസില്ലാഹ വറസൂലഹു.
ആർ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്നുവോ വയതഅദ്ദ ഹുദൂദഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമപരിധികൾ ലംഘിക്കുകയും ചെയ്യുന്നുവോ യുദ്ഖിൽഹു നാറ, അങ്ങനെയുള്ള ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിപ്പിക്കും. ഖാലിദീന ഫീഹാ, ആ നരകത്തിൽ എന്നെന്നും ശാശ്വതനായിരിക്കും അവൻ. വലഹു അദാബും മുഹീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അപമാനകരമായ ശിക്ഷയാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനോട് എനിക്ക് ഇഷ്ടമുണ്ട് എന്ന് നായികക്ക് 40 വട്ടം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കലല്ല അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹം. മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഓരോ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ, അഥവാ പ്രവാചകനെ അനുസരിക്കാൻ, പ്രവാചകനെ അനുധാവനം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് ആകമാനം കടന്നു വന്ന പ്രവാചകനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് ഇതുവരെ പരിചയമില്ലാത്ത കാര്യങ്ങളല്ല പഠിപ്പിച്ചു തന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിൽ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല, തീർച്ചയായും ഓരോ സമുദായത്തിലും നാം ദൂതനെ അയച്ചിട്ടുണ്ട്. അനിഅ്ബുദുല്ലാഹ്, അവർ അല്ലാഹുവിനെ ആരാധിക്കാനും, വജ്തനിബുത് ത്വാഗൂത്ത്, ദുർമൂർത്തികളെ വെടിയാനും വേണ്ടി ആ ഒരു പ്രബോധനം ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ ഉമ്മത്തിലേക്കും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവന് മാത്രമേ നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കാവൂ എന്ന് തൻ്റെ സമൂഹത്തെ, തൻ്റെ സമുദായത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അല്ലേ? അള്ളാഹുവിന് പുറമെ പലരെയും വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ സമൂഹത്തോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബഹുദൈവാരാധനയിൽ നിന്ന് അഥവാ ശിർക്കിൽ നിന്നും മുക്തമായി ജീവിക്കാനുള്ള ഒരു മാതൃക പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില്ലറയൊന്നുമല്ല ഒരുപാട് ദുരന്തങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം നാടായ മക്കയിൽ ഇനി ദഅവത്ത് നടത്താൻ സൗകര്യപൂർണമായിട്ടുള്ള ഒരു അന്തരീക്ഷമില്ല എന്ന് മനസ്സിലായതോടുകൂടി ത്വായിഫിലേക്ക് പോയി. ത്വായിഫിൽ എന്താ സംഭവിച്ചത് നമുക്കറിയാം. അവിടെയും പ്രയാസമാണ്, നാണക്കേടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ അത്തരക്കാർ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. അല്ലേ? അവിടെയും തീർന്നില്ല. മദീനയിലേക്ക് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം പലായനം നടത്തുന്ന റസൂലുള്ളാഹിയെയും അനുചരന്മാരെയും നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. എന്നിട്ട് പോലും തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ, ത്വാഗൂത്തുകളെ, ദുർമൂർത്തികളെ വെടിയണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ, ശിർക്ക് ഒഴിവാക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ മദീനയിലേക്ക് വന്നിട്ട് അവരെ ആക്രമിക്കാൻ പോലും അക്രമികൾ മുതിർന്നിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്ന വിഷയമാണ്. ബദർ നടന്നതെന്തിനാ? ഉഹുദ് നടന്നതെന്തിനാ? ഖന്ദഖ് നടന്നതെന്തിനാ? തൗഹീദിന്റെ സ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു, തൗഹീദിനെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയായിരുന്നു സഹോദരങ്ങളെ. എങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ തേടേണ്ട ഒരു വിഷയം, നമ്മളൊക്കെ തൗഹീദുള്ള ആളുകളായി മാറണം. ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് കൂടി ഈ സത്യസന്ദേശം എത്തിക്കാൻ റബ്ബേ എനിക്ക് തൗഫീക്ക് നൽകണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മൾ എത്ര ആളുകളുടെ അടുത്തുനിന്ന് വന്നിട്ടുണ്ട്? നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ സൗഹൃദ കൂട്ടത്തിലുള്ള ആളുകൾ, നമ്മുടെ കൂട്ടുകാർ, അതിലെത്ര ആളുകൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ? ആത്മാർത്ഥമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്താ അറിയോ? അതോ നമ്മൾ ഒറ്റപ്പെടുത്തുമല്ലോ, കുടുംബത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമല്ലോ, സമൂഹത്തിൽ എല്ലാവരും അകറ്റി നിർത്തുമല്ലോ എന്ന ന്യായമാണ് നമുക്ക് പറയാനുള്ളത് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് മാതൃക എന്താണ് എന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി നമ്മൾ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും അത് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളിക്കുക എന്നുള്ളതായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ഇഷ്ടമുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ എങ്ങനെ റസൂലിനെ ഇഷ്ടപ്പെടണം എന്ന് സ്വഹാബത്തിലാണ് നമുക്ക് മാതൃകയുള്ളത്. സ്വഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ അങ്ങനെ ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിഷയം മനസ്സിലായോ?
നമുക്ക് തോന്നുന്ന രീതിയിലുള്ള റസൂലിനെ ഇഷ്ടപ്പെടുന്നത്. സ്വഹാബികൾ എങ്ങനെ ഇഷ്ടപ്പെട്ടോ അതുപോലെ ഇഷ്ടപ്പെടാൻ സാധിക്കണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അദ്ദേഹം പ്രവാചകനോടുള്ള ഇഷ്ടം കൊണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്ക് ഒരുപാട് അറിയുന്ന വിഷയമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിന് ഒരു ലഖബുണ്ട്, സ്ഥാനപ്പേര്, അഥവാ മുത്തബിഉസ്സുന്ന എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര്. മുത്തബിഉസ്സുന്ന എന്താ അതിൻ്റെ അർത്ഥം? സുന്നത്തിനെ ഇത്തിബാ ചെയ്യുന്നയാൾ എന്നുള്ളതാണ്, അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അദ്ദേഹം എങ്ങനെയാണോ സുന്നത്തിനെ അനുധാവനം ചെയ്തത് അതുപോലെ സുന്നത്തെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. ഇസ്രാ മിഅറാജ് യാത്ര ഇസ്ലാമിൽ ഒരുപാട് സ്ഥാനമുണ്ട് യാത്രകൾക്ക്. ഇസ്രാ യാത്ര അഥവാ മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു രാത്രി കൊണ്ടുപോയി രാത്രി പ്രയാണമാണ് ഇസ്രാ. അവിടെ നിന്നും തിരികെ മക്കയിലേക്ക് തന്നെ ഒരു രാത്രി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. നമുക്കറിയുന്ന വിഷയം. ആ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരോട് പറഞ്ഞു കൊടുത്തു, ഇന്നലെ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുച്ഛിക്കാനും പരിഹസിക്കാനുമുള്ള ഒരു പുതിയ അവസരമായി കൊണ്ട് അവരത് മുതലെടുക്കുകയുണ്ടായി, അല്ലേ? ഒരുപാട് ആളുകൾ അതിനെതിരെ രംഗത്ത് വന്നു, പരിഹസിച്ചു തുടങ്ങി, കുത്തിപ്പറയാൻ തുടങ്ങി. അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ഒരു രംഗത്തേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തോട് പരിഹാസ രൂപേണ ഒരാൾ ചോദിക്കുന്ന ചോദ്യം, അല്ലേ, ഇങ്ങനെയൊക്കെ നിന്റെ മുഹമ്മദ് പറയുന്നുണ്ടല്ലോ, എന്താണ് എന്ന അർത്ഥത്തിൽ പരിഹസിച്ചു പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്ന ചോദ്യം നമുക്കൊക്കെ കാണാപ്പാടമുള്ളതാണ്, അല്ലേ? എന്താ ചോദിക്കുന്നത്? പ്രവാചകൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു, ഞാനത് സത്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ശേഷമാണ് സുദ്ദീഖ്, സത്യപ്പെടുത്തിയവൻ എന്ന പേര് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ സ്വർഗത്തിനെ കുറിച്ച് ഒരു കാര്യം പറയാണ്, സ്വർഗത്തിന്റെ വിശേഷണം, അല്ലെങ്കിൽ നരകത്തിനെ കുറിച്ച് പറയാണ്, അല്ലെങ്കിൽ ഈ ഖബർ ശിക്ഷയെക്കുറിച്ച് പറയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടും നമ്മളത് ഉൾക്കൊള്ളുന്നില്ല. നമുക്കെന്താ ന്യായം? നമ്മുടെ യുക്തിക്ക് അതങ്ങ് യോജിച്ചു പോകാൻ കഴിയുന്നില്ല, നമ്മുടെ ചിന്തകൾക്ക് എത്താൻ കഴിയുന്നില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു തന്നിട്ട് മുസ്ലിമീങ്ങളായ നമുക്ക് അത് 2 വട്ടം ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് സഹോദരങ്ങളെ ഷഹാദത്ത് കലിമയിലൂടെ ഞാനും നിങ്ങളും പറഞ്ഞു വെച്ചത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമേ ആരാധനക്കർഹനായി ഉള്ളൂ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, അല്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദാസനും ദൂതനുമാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു മനുഷ്യൻ മുസ്ലിമാകുന്നത്, അല്ലേ? നമുക്കറിയാം. അവിടെ എന്താ നമ്മൾ പറഞ്ഞത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് നമ്മൾ അംഗീകരിച്ചിട്ടാണ് മുസ്ലിമീങ്ങളായത്. എന്നിട്ട് മുസ്ലിമീങ്ങളായ നമ്മൾ ചിന്തിക്കുകയാണ്, എന്ത്, അള്ളാഹിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശരിയാ, പക്ഷെ അതങ്ങ് ബുദ്ധിയായിട്ട് അങ്ങ് ഒത്തുപോകുന്നില്ലല്ലോ. അത് ശരിയായിരിക്കുമോ? അതെങ്ങനെ അങ്ങനെ ആവുക? സ്വർഗത്തിൽ ഇങ്ങനെ സ്വർഗം ഉണ്ടെന്നൊക്കെ മനസ്സിലായി, സ്വർഗത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. സംസം വെള്ളത്തിൻ്റെ ഒരു വിഷയം പറയുമ്പോൾ സംസം വെള്ളം അങ്ങനെ ആയിരിക്കുമോ? അതൊരു സാധാരണ വെള്ളമല്ലേ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്. സഹോദരങ്ങൾ, ആത്മാർത്ഥമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, എന്താ പടച്ചോൻ പറഞ്ഞത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞുവോ നിങ്ങളോട് അത് നിങ്ങൾ എടുക്കണം, അനുസരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. അതിന്റെ അർത്ഥം എന്തേ? സ്വഹാബികൾക്ക് മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം എന്തേ? താബിഈകൾക്ക് മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം എന്തേ? സലഫുസ് സ്വാലിഹീങ്ങളായുള്ള ആളുകൾക്ക് മനസ്സിലായില്ലേ? എന്നിട്ടും ബുദ്ധിജീവികൾ എന്ന് തോന്നുന്ന നമ്മളിങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ നഊദു ബില്ലാഹ്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, പ്രമാണവും ബുദ്ധിയും ഒരു ഒത്തുവരുന്ന ഒരു ഘട്ടമാണ്, അല്ലെങ്കിൽ നേർ വിപരീതമായി വരുന്നുവെങ്കിൽ പ്രമാണത്തെയാണ് നമ്മൾ തഖ്ദീം ചെയ്യേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത്. ഇത് ഞാൻ പഠിപ്പിച്ചതല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ചിന്തിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് നമുക്ക് സ്വാതന്ത്ര്യക്കുറവുണ്ട്. അത് നമ്മൾ അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾ എങ്ങനെ അനുധാവനം ചെയ്തോ, സ്വഹാബികൾ എങ്ങനെ ഇഷ്ടപ്പെട്ടോ അങ്ങനെ ഇഷ്ടപ്പെടാനും അനുധാവനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇന്നൽ ഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബതു ലിൽ മുത്തഖീൻ
ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമതൊരു വട്ടം കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആദൻ തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയതുപോലെ തന്നെ ഏതു മേഖലകളിലും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത്, അഥവാ റോൾ മോഡലായിട്ടുള്ളത്. ഒരു സംശയവുമില്ല. നമ്മളൊരു കച്ചവടത്തിലാണ്, ആ കച്ചവടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നല്ല മാതൃക നമുക്കുണ്ട്. ഒരു അധ്യാപകനാണ്, ടീച്ചറാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട്. വീട്ടിലൊരു ഉപ്പയാണ്, കുടുംബനാഥനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കൃത്യമായ മാതൃകയുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ വിഷയം. അതുകൊണ്ട് തന്നെ ആ മാതൃക ഉൾക്കൊള്ളുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ശേഷിച്ച ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾ സ്വീകരിച്ച, അല്ലെങ്കിൽ സ്വഹാബികൾ അനുധാവനം ചെയ്ത രീതിയൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാൻ, അനുധാവനം ചെയ്യാൻ അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്ന്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്ക് ഒരു ആറാബി കടന്നു വരികയും അയാൾ മൂത്രിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയുന്നുണ്ട്, ബിദനൂബിൻ മിൻ മാ ഫഉഹ്രീക അലൈഹി. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത് ആ മനുഷ്യന് കൊടുക്കാനല്ല, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനല്ല, മറിച്ച് എന്താണോ ആ നജസ് അങ്ങ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവരാനാണ് സ്വഹാബികളോട് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെയൊക്കെ വീട്ടിലെ അവസ്ഥ എന്താ, നമ്മുടെയൊക്കെ ഇടപെടൽ എങ്ങനെയാണ്? അത് അതേപോലെ ഈ പള്ളിയിലാണ് നടന്നെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് നമ്മൾ പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നല്ല മാതൃകയുണ്ട്, ഞാൻ അനുധാവനം ചെയ്യുമെന്ന് പറയുന്ന ഒരു ഭാഗത്ത്, അതേ നമ്മൾ തന്നെ അതിന് നേരെ വിപരീതമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. ആത്മാർത്ഥമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൽപ്പിച്ചാലും ആ രീതിയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. കുട്ടികളോടുള്ള സമീപനം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടികളോടുള്ള സമീപനം നമുക്ക് കാണാൻ കഴിയും, അല്ലേ? വുളൂ ചെയ്യുന്ന സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് കുട്ടിയായിക്കൊണ്ട് പെരുമാറിയിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് അതേപോലെ തന്നെ അതേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ നമ്മളൊക്കെ നിൽക്കുന്ന ഒരു പള്ളിയിൽ രണ്ട് കുട്ടികൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെള്ളമാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ പെരുമാറ്റം? നല്ലോണം ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. ആരിലാണ് നമുക്ക് സഹോദരങ്ങളെ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞത്? നമ്മുടെ മുൻഗാമികളായ നമ്മുടെ ഉപ്പയിലും ഉപ്പാപ്പയിലാണോ? ആണോ? അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ന്യായം ഉണ്ടാവുമായിരുന്നു, ന്യായീകരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്കതിനൊരു റോളില്ല, ചാൻസ് ഇല്ല. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പേരമക്കളെ ചുംബിച്ചുകൊണ്ടിരിക്കുക, പേരക്കുട്ടികളെ. ഒരു അറാബിയായ മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താ? തുഖബ്ബിലൂന സിബിയാൻ, നിങ്ങൾ കുട്ടികൾക്ക് ഉമ്മ കൊടുക്കുമോ? അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ പറയുന്നുണ്ട്, ഫമാ നുഖബ്ബിലുഹും, ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക്, പേരക്കുട്ടികൾക്ക് ചുംബനം കൊടുക്കാറില്ല, താങ്കൾ കൊടുക്കുന്നുണ്ടോ? അയ്യേ എന്നൊരു ഷെയ്മായിട്ട് പറയാം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, സഹോദരങ്ങളെ, ആത്മാർത്ഥമായി നമ്മുടെ ചെവികളിൽ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിലേക്ക് അത് പരിവേശിപ്പിക്കേണ്ടതുണ്ട്. ചോദിക്കുന്ന ചോദ്യം, അള്ളാഹു നിന്റെ ഹൃദയത്തിൽ നിന്നും റഹ്മത്തിനെ എടുത്തു കളഞ്ഞിട്ടുണ്ട് എങ്കിൽ എനിക്കെന്ത് ചെയ്യാനാകും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കാം. നമ്മുടെ കുട്ടികളെ വാത്സല്യം കൊണ്ട് മൂടാൻ, അവരെ സ്നേഹിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയേ തീരൂ. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഉപ്പ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വലിയൊരാളായിട്ട് ഇരിക്കലല്ല, മറിച്ച് മക്കൾക്ക് സ്നേഹം കൊടുക്കാൻ ഉപ്പാക്ക് സാധിക്കേണ്ടതുണ്ട്. വാത്സല്യം കൊടുക്കേണ്ട സമയത്ത് വാത്സല്യം കൊടുക്കാൻ ഉപ്പാക്ക് കഴിയണം. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കിയാൽ മതി. മക്കളെ എങ്ങനെ പോറ്റണം, മരുമക്കളെ എങ്ങനെ ചെയ്തു കൊടുക്കണം, അതേപോലെ തന്നെ പേരക്കുട്ടികളോട് എങ്ങനെ സമീപനം നിലനിർത്തണം എന്നൊക്കെ നമുക്ക് ഉജ്ജ്വലമായ മാതൃക കാണാൻ സാധിക്കും. വേറെ ഒന്നിലേക്ക് നമ്മൾ പോവേണ്ട ആവശ്യമില്ല. ട്രെൻഡുകൾ ഇങ്ങനെ മാറി മാറി വരും. ഇപ്പോൾ ട്രെൻഡിൽ നമ്മൾ റീൽസിൽ ഇങ്ങനെ കണ്ടിട്ട് അടിപൊളിയാണല്ലോ, വീട്ടിൽ നമ്മൾ കൊണ്ടുവന്നു.
അടുത്ത ആഴ്ച ട്രെൻഡ് നേരെ തലകുത്തനെയാണ്. അത് നമ്മൾ വീട്ടിൽ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യും. അതാ ഇപ്പോഴത്തെ ഒക്കെ പ്രശ്നം. എന്ത് ട്രെൻഡിങ്ങിൽ വന്നാലും എന്ത് റീൽസിലും ഷോർട്സിലും വന്നാലും അതങ്ങനെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരും. നമ്മുടെ വസ്ത്രവിധാനം, നമ്മുടെ സംസാരം, നമ്മുടെ നടത്തത്തിന്റെ ശൈലി, നമ്മുടെ മുടി വെട്ടുന്ന ശൈലി എല്ലാം നമ്മൾ ട്രെൻഡിനൊത്ത് മാറ്റാറുണ്ട്. സഹോദരങ്ങൾ, ആത്മാർത്ഥമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൽപ്പിച്ചോ അതെടുക്കാനാണ് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുള്ളത്. ആ ബോധം ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണേ എന്ന് ആത്മാർത്ഥമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അപാകതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനും റഹീമുമായ റബ്ബ് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അപാകതകളും ഗഫൂറായ റബ്ബ് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന റഹംഹുമാ കമാ റബ്ബൗനാ സിഗാറ റബ്ബന റഹംഹുമാ കമാ റബ്ബൗനാ സിഗാറ ربنا ارحمهما كما ربونا صغارا اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين.